ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ 2 പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതിൽ നിന്നുള്ള MCQ ആണ് ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കറിയാനുള്ള ഒരു മാർഗം ലൈക്ക് ആൻഡ് കമൻ്റ് ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓർക്കുക. ഓക്കെ, നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്മോളസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റി ഓർ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ വിച്ച് കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഈസ് കോൾഡ്. കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന സ്മോളസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റി ഓർ ഏരിയ ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്. എ കോസ്റ്റ് യൂണിറ്റ്, ബി കോസ്റ്റ് ഒബ്ജക്റ്റ്, C cost center, D profit center. Which is the right answer? The right answer is option C ആണ് cost center. Okay. Next question നമുക്ക് നോക്കാം. Assertion and reasoning type question ആണ്. ശ്രദ്ധിക്കാം. A cost unit is a location where costs are accumulated. അസെഷൻ കറക്റ്റ് ആണോ? കോസ്റ്റ് യൂണിറ്റ് ആണോ ലൊക്കേഷൻ വെയർ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ്? കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ ടൈം ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ഓർ എക്സ്പ്രസ്ഡ്. കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കോസ്റ്റ് ബേസിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്തിനെയാണ്? നമ്മളിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് അല്ലേ, കോസ്റ്റ് സെൻറ്റർ ആണ് അല്ലേ. കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോസ്റ്റ് സെൻറ്റർ ആണ്. അപ്പോൾ അസെഷൻ റോങ് ആണ് എന്ന് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി റീസൺ നോക്കാം. എ കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഫോർ വിച്ച് കോസ്റ്റ് ആർ അസർട്ടൈൻഡ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് കറക്റ്റാണോ? കറക്റ്റാണ് അല്ലേ. റീസൺ കറക്റ്റാണ്, പക്ഷേ അസെഷൻ അവിടെ റോങ് ആണ്. എ ഫാൾസ് ആൻഡ് ആർ ട്രൂ. അപ്പോൾ അതേതാ വരിക? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തതും ഒരു അസെഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എവരി കോസ്റ്റ് സെൻറ്റർ ഈസ് എ കോസ്റ്റ് യൂണിറ്റ്. എല്ലാ കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് യൂണിറ്റ് ആണെന്നാണ് പറയുന്നത്. അസെഷൻ കറക്റ്റ് ആണോ? അത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ല അല്ലേ. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നതും കോസ്റ്റ് യൂണിറ്റിനും 2 ഡിഫറെൻറ്റ് മീനിങ് ആണുള്ളത്. അടുത്ത നോക്കാം നമുക്ക് റീസൺ. കോസ്റ്റ് സെൻറ്റേഴ്സ് കളക്ട്സ് കോസ്റ്റ് വെയറാസ് കോസ്റ്റ് യൂണിറ്റ് മെഷർ കോസ്റ്റ്. അത് കറക്റ്റ് ആണോ? കോസ്റ്റ് സെൻറ്റർ കോസ്റ്റ് കളക്ട് ചെയ്യുകയും കോസ്റ്റ് യൂണിറ്റ് അതിനെ മെഷർ ചെയ്യുകയും ചെയ്യുന്നു. അത് കറക്റ്റാണ് അല്ലേ. മെഷർ ചെയ്യപ്പെടുന്ന കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ് ബേസ് ആണ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണോ കോസ്റ്റിനെ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ വെയർ കോസ്റ്റ് ഈസ് അക്യുമുലേറ്റഡ് ഓർ കളക്റ്റഡ്. ഓക്കെ, അപ്പോൾ അത് റീസൺ അവിടെ കറക്റ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് എ ഫാൾസ് ആർ ട്രൂ. എ ഫാൾസ് ആർ ട്രൂ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Revenue center is primarily responsible for what? A cost control, B investment decisions, C revenue generation, D production. ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? റൈറ്റ് ആൻസർ റവന്യൂ സെൻറ്റർ ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ റവന്യൂ ജനറേഷൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഈസ് അക്കൗണ്ടബിൾ ഫോർ ബോത്ത് റവന്യൂസ് ആൻഡ് കോസ്റ്റ്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ റവന്യൂ സെൻറ്റർ ആണ് ചോദിച്ചത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബോത്ത് റവന്യൂസ് ആൻഡ് കോസ്റ്റ്. റവന്യൂ അതുപോലെ തന്നെ കോസ്റ്റിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഏതാണ്? എ കോസ്റ്റ് സെൻറ്റർ, ബി റവന്യൂ സെൻറ്റർ, സി പ്രോഫിറ്റ് സെൻറ്റർ, D investment center. Which is the right answer? Answer is option C അല്ലേ. പ്രോഫിറ്റ് സെൻറ്റർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം.
The performance of an investment center is generally evaluated using ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പെർഫോമൻസിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ലേബർ കോസ്റ്റ്, ബി സെയിൽസ് വോളിയം, സി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡി പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ റൈറ്റ് ആൻസർ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഒരു അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എവരി പ്രോഫിറ്റ് സെൻറ്റർ ഈസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. കറക്റ്റ് ആണോ? എവരി പ്രോഫിറ്റ് സെൻറ്റർ ഈസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൻ്റെ ഒരു ടൈപ്പാണ് ഇത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ നമ്മൾ പഠിച്ചു, അതിലൊരു ടൈപ്പാണ് പ്രോഫിറ്റ് സെൻറ്റർ. അപ്പോൾ അതുകൊണ്ട് അസർഷൻ കറക്റ്റ് ആണ് അല്ലേ. ഇനി അതിൻ്റെ റീസൺ നോക്കാം. റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആർ ഓർഗനൈസേഷണൽ യൂണിറ്റ്സ് ഹൂസ് മാനേജേഴ്സ് ആർ ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ പെർഫോമൻസ്. റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷണൽ യൂണിറ്റ് ആണ്. അവിടെ മാനേജേഴ്സ് ആണ് അവിടുത്തെ പെർഫോമൻസിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്, റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ 6 അവിടെ കറക്റ്റാണ്. അതുകൊണ്ട് ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോസ്റ്റ് യൂണിറ്റ് ഇൻ എ ട്രാൻസ്പോർട്ട് കമ്പനി? ട്രാൻസ്പോർട്ട് കമ്പനിയുടെ കോസ്റ്റ് യൂണിറ്റ് ഏതാണ്? എ കിലോമീറ്റേഴ്സ്, ബി പാസഞ്ചർ കിലോമീറ്റർ, സി ടൺ കിലോമീറ്റർ, ഡി നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്. വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? ട്രാൻസ്പോർട്ട് കമ്പനിയുടെ കോസ്റ്റ് യൂണിറ്റ് ഏതാണ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ. കോമ്പൗണ്ട് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് യൂണിറ്റ് ആണ് ട്രാൻസ്പോർട്ട് കമ്പനിക്ക്, ട്രാൻസ്പോർട്ട് സർവീസിന് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ബി പാസഞ്ചർ കിലോമീറ്റർ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 കോസ്റ്റ് അക്കൗണ്ടിങ് ക്ലാസ്സിൽ നിന്നാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്നെടുത്തതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജായിട്ട് നിങ്ങൾ ചോദിക്കണം. ഓക്കെ.